സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഒന്നാണ് കാട്ടാൽ പുസ്തകമേള എന്ന് കവിയും കാട്ടാൽ മേളയുടെ അമരക്കാരനുമായ മുരുകൻ കാട്ടാക്കട. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ കലാസ്വാദനം നടത്താനുള്ള ഒരു ഇടം കൂടിയാണ് കാട്ടാൽ മേള എന്നും മുരുകൻ കാട്ടാക്കട പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ആസ്വദിക്കുന്ന ഒന്നാണ് കാട്ടാൽ മേള എന്ന് IB സതീഷ് MLA പറഞ്ഞു. എല്ലാവരും കാട്ടാൽ മേളയുടെ സന്ദേശവാഹകരായി മാറണമെന്നും IB സതീഷ് വ്യക്തമാക്കി. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ അടുത്ത മാസം 22 മുതൽ 31 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ബൃഹത്തായ സാംസ്കാരിക മേളയുടെ അമരക്കാരാണ് നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അഭിമാനകരമായി നമുക്ക് ഈ വർഷത്തെ പുസ്തകമേളയിലേക്ക് കടക്കണം. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിലും പ്രവാസ ലോകത്തുമല്ല ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള വായിക്കുന്ന, ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ വർത്തമാനം പറയാൻ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, സാർ പുസ്തകമേള ഈ വർഷം ഉണ്ടല്ലോ എന്നാണ്. ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എന്നാണ്, എന്ന് തുടങ്ങുന്നു എന്ന് ചോദിക്കും. കാരണം നമ്മുടെ പുസ്തകമേളയുടെ ആത്മാവ് എന്താണെന്ന് ലോകത്തുള്ള സകല മലയാളിയുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് പുസ്തകമേളയുടെ വരവിനെ, പുസ്തകമേളയുടെ ഉൽപ്പന്നത്തേക്ക് മറ്റുള്ളവരിലെ ധരിപ്പിക്കുന്നതിന് ഇപ്പോൾ വളരെ എളുപ്പമാണ്. കാരണം അത് നേരത്തെ തന്നെ നമ്മുടെ കുട്ടികൾ അതിഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട് പല കാര്യത്തിലും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സമയമാണ് നമുക്കിനി മുന്നിലുള്ളത് എങ്കിൽ പോലും പല കാര്യത്തിലും നമുക്ക് ഒരു അടിസ്ഥാന, ഒരു ബേസ്മെന്റ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ വലിയ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ കയറ്റിറക്കങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, സംഘാടക സമിതി അംഗങ്ങളെല്ലാം സാംസ്കാരിക പ്രവർത്തകരാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വളർച്ചയുടെ അടയാളപ്പെടുത്തലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സുകൊണ്ടെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം നടക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ പലതരത്തിലുള്ള പരിമിതികൾ ഒരു പക്ഷേ കഴിഞ്ഞ പുസ്തകമേളയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വളരെ ചെറിയൊരു കാലമേ നമുക്കിനി ഉള്ളുവെങ്കിൽ പോലും അതിഗംഭീരമായി കേരളം മുഴുവൻ, ലോകത്തുള്ള സകല മലയാളികളും അഭിമാനത്തോടെ ഉറ്റുനോക്കുന്നൊരു നാടായി കാട്ടാൽ പുസ്തകമേള സമയം 10 ദിവസമെങ്കിൽ ആ 10 ദിവസം മാറ്റാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ ആദ്യ കാൽവയ്പ്പാണ് നമ്മുടെ ഈ സംഘാടക സമിതി യോഗം. ഈ സംഘാടക സമിതി യോഗത്തിൽ ഇങ്ങനെ വർത്തമാനം പറയുവാൻ അവസരമുണ്ടാകുന്നത് വലിയ അഭിമാനമായി ഞാൻ കാണുന്നു. ഒരു വലിയ തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിൻ്റെ പരീക്ഷയുടെ കൊള്ളുന്ന കാലം കഴിഞ്ഞാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മളിൽ വ്യത്യസ്തമായ വഴികളിലൂടെ ആ പോരാട്ടത്തിൽ അണിനിരന്നവരാണ്. തെരഞ്ഞെടുപ്പിനിടയിൽ ഒരു സ്ഥാനാർത്ഥിയായി പലരുടെയും അടുത്തേക്ക് വോട്ട് ചോദിച്ച് ചെന്നപ്പോൾ അവരിൽ നല്ലൊരു ശതമാനം പേർ ചോദിച്ച ഒരു ചോദ്യം, ഇത്തവണയും കാട്ടാൽ മേള ഉണ്ടാകുമോ എന്നാണ്. കാട്ടാൽ മേള ഒരാൾ എന്നോട് പറഞ്ഞത് 9-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം സമയമുണ്ടല്ലോ കാട്ടാൽ മേളയുടെ ഒരുക്കത്തിന് എന്നാണ്. അപ്പോൾ കാട്ടാൽ മേള നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ മനസ്സിലേക്ക്, ആഴത്തിലേക്ക് പോയിരുന്നു. കക്ഷിരാഷ്ട്രീയത്തിൻ്റെയോ മറ്റു പരിഗണനകളുടെയോ ഒക്കെ അതീതമായി ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ കാട്ടാൽ മേളയുണ്ട്. ഇത്തവണ പുസ്തകമേള സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ആദ്യഘട്ട വിജയം ഇന്നത്തേതാണ് എന്ന് ഞാൻ പറയും. 1-ാം പുസ്തകമേള മുതൽ വിവിധ പുസ്തകമേളകളുടെ സംഘാടക സമിതി യോഗം ഇവിടെ ചേർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഏറ്റവും പങ്കാളിത്തമുള്ള സംഘാടക സമിതി യോഗം ഇന്നത്തേതാണ് എന്നാണ് എൻ്റെ ധാരണ.